ഒരാൾ ഒരു വലിയ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ 500 രൂപയ്ക്ക് പകരം 2500 5000 രൂപ കൊടുത്തു കഴിഞ്ഞാലും അവിടെ കൺസൾട്ടിങ് മാറില്ല. CT സ്കാൻ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഡേഞ്ചറസ് ആണ്. അതായത് ഒരു CT സ്കാൻ എന്ന് പറഞ്ഞാൽ 1000 എക്സ്റേക്ക് തുല്യമായിട്ടുള്ള റേഡിയേഷനാണ്. അപ്പോൾ തലവേദനയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തലയിലാണല്ലോ ഏറ്റവും വലിയ അവയവം ഇരിക്കുന്നത് ഏതാണ്? ബ്രെയിൻ. അപ്പോൾ അവർ പറയും അത് തലവേദനയുണ്ട്. ഇപ്പോൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് തലവേദന വന്നതിൻ്റെ കാരണം ഇപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാം. അപ്പോൾ അതിന് നിങ്ങൾ ഒരു സ്കാൻ ചെയ്യണം. ഇപ്പോൾ സ്കാൻ പ്രധാനമായിട്ട് ഞാൻ സ്കാനിൻ്റെ കാര്യം പ്രധാനമായിട്ട് പറയുന്നത്, സാധാരണ ഡോക്ടേഴ്സ് പോലും അതിൻ്റെ ദോഷവശങ്ങൾ മനസ്സിലാക്കുന്നില്ല. CT സ്കാനുണ്ട്, MRI ഉണ്ട്. CT സ്കാൻ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഡേഞ്ചറസ് ആണ്. അതായത് ഒരു CT സ്കാൻ എന്ന് പറഞ്ഞാൽ 1000 എക്സ്റേക്ക് തുല്യമായിട്ടുള്ള റേഡിയേഷനാണ്. അപ്പോൾ ഡയറക്റ്റായിട്ട് തന്നെ അതുകൊണ്ട് ഒരു ബ്രെയിന് റേഡിയേഷൻ കൊടുക്കുന്നതിന് തുല്യമാണ് ഒരു CT സ്കാൻ ചെയ്യുന്നത്. അതേസമയം MRI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് റെസൊണൻസ് വെച്ച് ചെയ്യുന്നതാണ്. അത് യാതൊരു ദോഷഫലവും ഇല്ല. അതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ സാധിക്കും. പിന്നെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഹോസ്പിറ്റലിൽ CT സ്കാനേ ഉള്ളൂ. അത് തന്നെ റെക്കമെൻഡ് ചെയ്യും. ഇപ്പോൾ ചില ഹോസ്പിറ്റലിൽ CT സ്കാൻ കാണും, MRI. ആദ്യം ഒരു MRI എടുപ്പിക്കാൻ CT സ്കാൻ പറയും. അതിൽ ക്ലിയർ ആയില്ലെങ്കിൽ ഒരു MRI കൊടുക്കാൻ പറയും. കാരണം ഇതിൻ്റെ എല്ലാ ബേസ് പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഹോസ്പിറ്റലുകാർ ഞാൻ കുറ്റം പറയില്ല. അവർ കോടിക്കണക്കിന് രൂപ ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുത്താണ് വെച്ചിരിക്കുക അവർക്ക്. പിന്നെ ഹോസ്പിറ്റലിൽ ഹൈ പെയ്ഡ് ഡോക്ടേഴ്സിനെയാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരത് ചാർജ് ചെയ്യുന്നത് വരാം. പക്ഷേ നമ്മുടെ ആളുകൾ ഇതറിയാതെ ഒരു ആവശ്യമില്ലാതെ ചെറിയ തലവേദനയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. അവൻ ന്യൂറോളജിയോടെ തീർന്നു. അവരെ നിങ്ങൾക്ക് അപ്പോഴായിരിക്കും ഡോക്ടർ എനിക്ക് ഡയബറ്റീസ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും, ആ ഡയബറ്റോളജിനെ കൂടെ ഒന്ന് കണ്ടു. അപ്പോൾ ഇത്രയും പൈസ ചിലവാക്കി ഇപ്പോൾ നമുക്ക് കൺസൾട്ടിങ് ഫീസ് തന്നെ എടുക്കാം. ആദ്യം ഈ ഡയഗ്നോസ്റ്റിക് ബാക്കിയുള്ളതിൽ പോകണ്ട. അപ്പോൾ ആദ്യം ഒരു ന്യൂറോളജിനെ കണ്ടു. അപ്പോൾ അതേ ഡയബറ്റീസ് എന്ന് പറയും, ഇത് നമുക്ക് ഡയബറ്റോളജിനെ കൂടെ കാണണം. അപ്പം അടുത്തൊരു 500 റുപ്പീസ് ഉണ്ടായി. ഡയബറ്റീസിലൂടെ കാണുമ്പോഴത്തേക്ക് എങ്ങനെയാണ് പറയുന്നത്, നിങ്ങളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം അത്ര പോരാ. അപ്പോൾ ഒരു ഗ്യാസ്ട്രോ എൻട്രോളജിനെ കൂടെ കാണണം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഒരു വലിയ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ 500 രൂപയ്ക്ക് പകരം 2500 5000 രൂപ കൊടുത്തു കഴിഞ്ഞാലും അവിടെ കൺസൾട്ടിങ് മാറില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ട്രീറ്റ്മെൻറ്റ് വരുന്നത്. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് കാര്യം ഞാൻ പറയാം. ഒന്ന്, ഈ വാണ്ടഡ് സർജറി ഉണ്ട്, അൺവാണ്ടഡ് സർജറി ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം നമുക്ക് ക്യാൻസറിൻ്റെ തന്നെ എടുക്കാം. ചിലപ്പോൾ ക്യാൻസർ തന്നെ നമുക്കിത് റേഡിയേഷൻ കൊണ്ട് നിൽക്കും, അല്ലെങ്കിൽ ഇതുകൊണ്ട് റേഡിയേഷൻ കൊണ്ട് നിൽക്കില്ല, സപ്രസീവ് ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കുന്നത്. അതിന് അവർ സർജറിക്ക് ചില സർജറി ചെയ്ത് തന്നെ പറ്റുള്ളൂ. ചിലത് കീമോതെറാപ്പി അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും മെഡിസിൻസ് കൊടുക്കുമ്പോഴത്തേക്കും മാറാം. ഇത് നമ്മുടെ ഇന്ത്യയിലെ ഒരു പ്രിമിറ്റീവ് ട്രീറ്റ്മെൻറ്റ് കാര്യമാണ് ഞാൻ പറഞ്ഞത്. ക്യാൻസറിൻ്റെ ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഇനി പറയാം. ഒന്ന്, കീമോതെറാപ്പിക്ക് കൊടുക്കുന്നത് കിലേഷൻ തെറാപ്പി. 2, റേഡിയേഷൻ പറയാൻ കൊടുക്കുന്നത് ലേസർ തെറാപ്പി. 3, സർജറി അത്യാവശ്യമുള്ളതിന് മാത്രം സർജറി ചെയ്യുക. കാരണം ഇത് രണ്ടും കൊടുത്ത് സുഖമില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രം സർജറി ചെയ്താൽ മാത്രം മതി. മിക്കവാറും ഉള്ള ഈ ലേസർ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് തന്നെ സർജിക്കൽ ഡിസീസ് തന്നെ അത് മാറാൻ സാധ്യതയുണ്ട്. അതിനൊരു ഉദാഹരണം, ചിലപ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞെങ്കിൽ തന്നെയും ഇന്നോപ്പറബിൾ ക്യാൻസർ വരുന്നുണ്ട്. ഇന്നോപ്പറബിൾ ക്യാൻസർ ലൈക്ക് ബ്രെയിൻ ട്യൂമർ, ലിവർ ട്യൂമർ, പാൻക്രിയാറ്റിക് ട്യൂമർ. എന്നാലും ഒരു സർജറി ചെയ്യും. ചില സർജന്മാർ ചെയ്യും, എല്ലാവരും ഞാൻ പറയുന്നില്ല. അപ്പോൾ അതിനുള്ളൊരു പ്രതിവിധി എന്ന് പറഞ്ഞാൽ ലേസർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ഈ അൺവാണ്ടഡ് സർജറി ഉള്ളത് ഒരു ഓർഗൻസിനെ നമുക്കത് നോർമലായിട്ട് മാറ്റാനും പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിത് പറഞ്ഞെങ്കിൽ തന്നെയും ഇപ്പോൾ ലേസർ ട്രീറ്റ്മെൻറ്റ് നമ്മുടെ ഇവിടെ കോമൺ ആയിട്ടില്ല. ഇത് ലേസർ ട്രീറ്റ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡെവലപ്പ് കൺട്രീസ് തന്നെ പോകണം. അപ്പോൾ അവിടെ തന്നെ ഇത് ഇപ്പോൾ ഉദാഹരണം അമേരിക്കയിൽ എടുത്തു കഴിഞ്ഞാൽ അത് ഈ ഇൻഷുറൻസ് കവർ ചെയ്യുന്നില്ല. അവരിപ്പോഴും അത് കവർ ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സപ്പോസ് ടു ബി ആൻ എക്സ്പെരിമെൻ്റൽ ട്രീറ്റ്മെൻറ്റാണ് വെച്ചിരിക്കുന്നത്. അതേസമയം അതിൻ്റെ അടുത്ത രാജ്യങ്ങൾ, ഇപ്പോൾ കാനഡ അവർ ട്രീറ്റ്മെൻറ്റ് അത് കൊടുക്കും. സൗത്ത് അമേരിക്കൻ കൺട്രീസ്, ഇപ്പോൾ മെക്സിക്കോ, ഗോട്ടിമല, അതുപോലെ ബ്രസീൽ, ഇവിടെയെല്ലാം അവർ പ്രാക്ടീസ് ചെയ്യുന്നതാണ്.
പിന്നെ നമ്മൾ ആഫ്രിക്കൻ കൺട്രി പോയി സൗത്ത് ആഫ്രിക്കയിൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും സൗത്ത് ആഫ്രിക്കയിൽ കിട്ടുന്നുണ്ട്. അതൊരു ഡെവലപ്പ് കൺട്രീസ് എന്തെല്ലാം കിട്ടും അതെല്ലാം സൗത്ത് ആഫ്രിക്കയുടെ എല്ലാ പിന്നെ സംസ്ഥാനങ്ങളിലും കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല, കിട്ടുന്നതുമില്ല. ഏറ്റവും കൂടുതൽ ഒരു അഡ്വാൻസ് ആയിട്ടുള്ളത് സൗത്ത് ആഫ്രിക്ക മാത്രമേ ഉള്ളൂ. പിന്നെ ഓസ്ട്രേലിയ, ഇവിടെ എല്ലാം ഈ ലേസർ ട്രീറ്റ്മെൻറ്റ് വൈഡ്ലി പ്രാക്ടീസിങ്. പിന്നെ ഇത് ഞാൻ പറഞ്ഞെങ്കിൽ തന്നെയും എൻ്റെ സെൻറ്ററിൽ ഞാൻ ഇതിന് എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റായിട്ട് കിലേഷൻ തെറപ്പി കൊടുക്കുന്നുണ്ട്, അതുപോലെ ലേസർ തെറപ്പിയും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ലേസർ തെറപ്പി ഇതിന് കൊടുക്കുന്നത് ഇന്ത്യയിലെ എൻ്റെ സെൻറ്റർ തിരുവനന്തപുരത്താണ്, ഇവിടെ മാത്രമേ കൊടുക്കുന്നുള്ളൂ. എന്നാലും ഞാനൊരു പേഷ്യൻറ്റിനെ കോംപ്ലിക്കേറ്റ് ചെയ്യാൻ ഒരിക്കലും ആഗ്രഹിക്കത്തില്ല. സർജിക്കൽ കേസാണെന്നുണ്ടെങ്കിൽ സർജറിക്ക് തന്നെ കൊടുക്കും. ആദ്യം ഒരു അഡ്വാൻസ് ആയിട്ട് ചെയ്ത് നോക്കും. ഇതിൽ കുറവ് കണ്ടില്ല എങ്കിൽ പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇന്നോപ്പറബിൾ ക്യാൻസർ ഞാൻ പറഞ്ഞല്ലോ, ബ്രെയിൻ ട്യൂമർ, ലിവർ ട്യൂമർ ആൻഡ് പാങ്ക്രിയാറ്റിക് ട്യൂമർ. അപ്പോൾ ഇതിന് ലേസർ നമുക്ക് എഫക്റ്റീവായിട്ട് കിട്ടുന്നുണ്ട്. നല്ലൊരു ശതമാനം, ഒരു 10, 75, 80 അല്ലെങ്കിൽ 100% വരെയും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊരു ക്യാൻസറിൻ്റെ ഒരു ജനറലായിട്ട് ഞാൻ പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. ഇപ്പോൾ ഈ ക്യാൻസർ സബ്ജക്റ്റിനെ പറ്റി പറഞ്ഞാൽ എത്ര എപ്പിസോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിൽക്കില്ല. കാരണം ഇത് നമ്മുടെ എല്ലാ അവയവങ്ങളിലും വരും, ഒറ്റ അവയവം ഒഴിച്ച്, അതായത് ഹൃദയം ഒഴിച്ച് ബാക്കി എല്ലാം വരും. കണ്ണ്, തല, ഏതെല്ലാം അവയവമുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഈ ലേഡീസിന് ഏറ്റവും പ്രയാസപ്പെട്ടതും വളരെ നോട്ടബിളായിട്ടുള്ളതും അവരുടെ ബ്രസ്റ്റ് ക്യാൻസറാണ്. കാരണം ഈ ബ്രസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രധാനപ്പെട്ട ഒരു അവയവമാണ്, പ്രത്യേകിച്ച് ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം. ഇതൊരു സെക്ഷൽ ഓർഗൻ മാത്രമല്ല, കുട്ടിക്ക് പാല് കൊടുക്കാനും പിന്നെ ഒരുപാട് കാര്യങ്ങൾ അതിൽ ഹോർമോൺസ് ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്നതിനും എല്ലാം ഈ ബ്രസ്റ്റിലെ ഗ്ലാൻസുകൾ ഉപയോഗിക്കുന്നത്. ഇതിന് ക്യാൻസർ ഇത് വന്നു കഴിഞ്ഞാൽ കഴിയുന്നതും നേരത്തെ തന്നെ ഇത് കണ്ടുപിടിച്ച് ട്രീറ്റ്മെൻറ്റ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബ്രസ്റ്റ് റിമൂവ് ചെയ്യുന്നത് നമുക്ക് മാറ്റാൻ സാധിക്കും. പിന്നെ ആഹാരമാണ്. ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സപ്പോസ് ടു ബി വെജിറ്റേറിയനാണ്. ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും മാത്രം ദഹിപ്പിക്കാനുള്ള ശക്തി നമ്മുടെ ഗ്യാസ്ട്രിക് ജ്യൂസ് അല്ലെങ്കിൽ നമ്മുടെ ദഹന രസത്തിന് പറ്റുള്ളൂ. ഇപ്പോൾ ഉദാഹരണം മറ്റ് പക്ഷികളെ നമുക്കൊരു കമ്പാരിറ്റീവ് സ്റ്റഡി ഒരു മെഡിക്കൽ കോളേജുകളിലും ഇല്ല. ഇപ്പോൾ ഉദാഹരണം മോഡേൺ മെഡിസിൻ, ഹോമിയോപ്പതിക് മെഡിസിൻ, നാച്ചുറോപ്പതി, ഇവിടെ എങ്ങും ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി ഇല്ല. കമ്പാരിറ്റീവ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം നമ്മുടെ ഒരു ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. അപ്പോൾ അതിന് അപ്പുറമായിട്ട് നമ്മൾ ദഹിക്കത്തിൽ ഒരു സാധനവും, പ്രത്യേകിച്ച് ഇറച്ചി, മീൻ, മുട്ട എന്ന് പറഞ്ഞാൽ നോൺ വെജി നെവർ ഡൈജസ്റ്റ് ഇൻ ദ ഹ്യൂമൻ ബോഡി എന്നാണ്. ഇത് ഞാൻ പറയുന്നതല്ല, WHO വർഷങ്ങളോളം റിസർച്ച് ചെയ്തിട്ട് പറഞ്ഞിട്ട് റിപ്പോർട്ടിൻ്റെ ഒരു ചെറിയൊരു അംശം മാത്രമാണ് ഇനി പറയുന്നത്. അവർ ഓരോ ആഹാരത്തിനെ പറ്റിയും ഓരോന്നിനെ പറ്റിയും മനുഷ്യനുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണം പച്ച ഇറച്ചിയോ അല്ലെങ്കിൽ എന്തുള്ള ഇറച്ചി വേണമെങ്കിലും പട്ടിക്കോ പൂച്ചയ്ക്കോ സിംഹത്തിനോ എല്ലാം ദഹിക്കും. പക്ഷെ നമുക്കത് ദഹിക്കത്തില്ല. കാരണം നമ്മളെയൊക്കെ 20 മടങ്ങ് ശക്തിയാണ് അതിൻ്റെ ദഹനരസത്തിനുള്ളത്. അടുത്തത് ഈ ബേഡ്സിനാണെങ്കിൽ ഇതിന് ഭയങ്കരമായിട്ടാണത്. കാരണം അവർക്ക് വെള്ളത്തിൻ്റെ ആവശ്യമേ ഇല്ല. പറവകൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഡ്രൈ ആയിട്ടുള്ള ധാന്യങ്ങളാണ് കഴിക്കുന്നത്. കല്ല് വരെ കഴിക്കുന്ന പക്ഷികളുണ്ടല്ലോ, അത് നമുക്കറിയാം, അവർക്കത് ദഹിക്കും. ചില പക്ഷികൾ നല്ല തിളച്ച വെള്ളം കുടിക്കുന്നതുമുണ്ട്. അത് പല കാര്യങ്ങളത് അവരുടെ ഡൈജസ്റ്റ് സിസ്റ്റം. അത് ഞാനൊരു ഡൈജസ്റ്റ് സിസ്റ്റത്തിൻ്റെ കമ്പാരിസൺ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഈ കമ്പാരിസൺ ലോകത്തൊരു മെഡിക്കൽ കോളേജുകളിൽ ആരും പഠിപ്പിക്കുന്നതുമില്ല, ഫോളോ ചെയ്യുന്നതുമില്ല. അടുത്തത് നമുക്ക് വീണ്ടും ഇത് ആഹാര സാധനത്തിലേക്ക് പോകാം. നമുക്ക് പ്രധാനമായിട്ടും ക്യാൻസർ വരുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം നമ്മൾ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫൈബർ ഫുഡ് ഇതെല്ലാം ഒഴിവാക്കിയിട്ട് 3-4 പ്രാവശ്യം ഈ മൃഗങ്ങളുടെ ഇറച്ചിയാണ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ദഹിക്കത്തില്ല, നെവർ ഡൈജസ്റ്റ് ഇൻ ദ ഹ്യൂമൻ ബോഡി. പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം, ഒരാൾ പന്നി ഇറച്ചി കഴിക്കുന്നിരുന്നോട്ടെ, അപ്പം അവർക്ക് ഇഷ്ടപ്പെടുന്നവരത് കഴിക്കട്ടെ, കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ കുഴപ്പം ഇതാണ്, ആദ്യം അതിലെ കണ്ടു കഴിഞ്ഞാൽ പന്നിയെപ്പോലെ തോന്നിക്കും, അത് കഴിഞ്ഞാൽ പന്നിയുടെ സ്വഭാവം കാണിക്കും. അതായത് ഫസ്റ്റ് ലുക്ക് ലൈക്ക് പിഗ്, ദെൻ ആഫ്റ്റർ ദാറ്റ് ആക്ട് ലൈക്ക് പിഗ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരാളുടെ സ്വഭാവം അറിയണമെന്നുണ്ടെങ്കിൽ അവരെന്ത് കഴിക്കുന്നു,
എന്ത് കുടിക്കുന്നു എന്ന് മാത്രം നോക്കിയാൽ മാത്രം മതി. ഇപ്പോൾ അതാണ് ഒരു നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ അവൻ ടോളറൻസ് ഒന്നും കാണില്ല. കാരണം അവൻ്റെ ശരീരത്തിലുള്ള ഹോർമോൺ മുഴുക്കെ ആനിമൽസിൻ്റെയാണ്. അപ്പോൾ അത് നാച്ചുറലായിട്ട് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ പന്നിയിറച്ചി കഴിക്കുക കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ഈ പന്നിയുടെ ഹോർമോൺ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുമെന്നുള്ള സംശയമൊന്നുമില്ല. അപ്പോൾ നമ്മൾ പന്നിയുടെ അതേ ചിന്താഗതിയായിരിക്കും വരുന്നത്. അതേസമയം ഒരു വെജിറ്റേറിയൻ ആണെങ്കിൽ അവന് കോപം, സങ്കടം, സഹതാപം, ടോളറൻസ് എല്ലാം ഉണ്ടായിരിക്കും. ഇത് ടോളറൻസ് ഇല്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഈ ക്രിമിനൽ ടെൻഡൻസി ഉണ്ടാകുന്നത് ഏറ്റവും കൂടുതൽ നോൺ വെജ് കഴിക്കുന്നവർക്കാണ്. അപ്പം ഇത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളും റിസർച്ച് ചെയ്തിട്ടുണ്ട്. ഒരു കണക്കിന് നമ്മുടെ ശരീരത്തിനെ പ്രത്യേകിച്ച് വയറിനെ അല്ലെങ്കിൽ ദഹനേന്ദ്രിയത്തിനെ ഒരു ശവപ്പറമ്പായിട്ടാണ് നമ്മൾ മാറ്റുന്നത്. ആക്ച്വലായിട്ട് നമ്മളൊരു ശവമാണ് കഴിക്കുന്നത്. അത് തന്നെ ഇത് എത്രയോ പഴക്കമുള്ള മാംസങ്ങളാണ് കഴിക്കുന്നത്. അപ്പോൾ അതിൽ ഫിഷായാലും കഴിഞ്ഞാലും കെമിക്കൽസ് മാക്സിമം ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ആഹാരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ നമുക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കാവുന്നത് മാക്സിമം ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലെ ദിവസം മിനിമം 15 ഗ്ലാസ് ഓഫ് വാട്ടർ എ ഡേ എന്ന് പറയുന്നത് 4 ലിറ്റർ വെള്ളം നമ്മൾ കുടിക്കണം. ഇത് എത്ര കുടിക്കാനായിട്ടാണ്? അപ്പോൾ അത് കുടിച്ചില്ലെങ്കിൽ നമ്മുടെ തലച്ചോറിനെ എഫക്റ്റ് ചെയ്യും, പിന്നെ ശ്വാസകോശത്തിനെ എഫക്റ്റ് ചെയ്യും, ഹാർട്ടിനെ എഫക്റ്റ് ചെയ്യും, എല്ലാ അവയവങ്ങളെയും എഫക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്കിത് ഇത്രയും പറഞ്ഞുകൊണ്ടിട്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത് നമുക്ക് വേറെ സബ്ജക്റ്റുമായിട്ട് വരാം.